പ്രായം കൂടുന്നത് നിലയ്ക്കും. ഈ 3 കാര്യങ്ങൾ ദിവസവും കഴിക്കൂ. പ്രായമേറുന്നു എന്ന തോന്നൽ പെട്ടെന്നൊരു ദിവസം ഉണ്ടാകുന്നതല്ല എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് പതുക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരികയാണ് ചെയ്യുന്നത്. ഒരു ദിവസം നിങ്ങൾ ഉണരുമ്പോൾ ശരീരം ഭാരമുള്ളതായി തോന്നും. മുഖത്തെ തിളക്കം കുറയുകയും മനസ്സിന് അകാരണമായ ക്ഷീണം അനുഭവപ്പെടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ സ്വയം ആശ്വസിപ്പിക്കും, ഇതൊക്കെ നോർമലാണ്, പ്രായമാകുന്നുണ്ടല്ലോ. എന്നാൽ സത്യം മറ്റൊന്നാണ്. പ്രായമാകുന്നത് ഒരു പ്രകൃതിദത്തമായ പ്രക്രിയയാണ്. എന്നാൽ വേഗത്തിൽ വയസ്സാകുന്നത് നിങ്ങളുടെ ശീലങ്ങളുടെ ഫലമാണ്. ഇന്ന് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് നമ്മുടെ ശരീരത്തിന് യഥാർത്ഥത്തിൽ ആവശ്യമുള്ളത് നൽകാതിരിക്കുക എന്നതാണ്. നിങ്ങൾ വില കൂടിയ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നു, ചർമ്മത്തിന് ക്രീമുകൾ, ആരോഗ്യത്തിന് സപ്ലിമെന്റുകൾ, എന്നാൽ നിങ്ങളുടെ അടുക്കളയിലുള്ള യഥാർത്ഥ വസ്തുക്കളെ അവഗണിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് അത്തരത്തിലുള്ള 3 കാര്യങ്ങൾ പറഞ്ഞുതരാൻ പോവുകയാണ്. അത് നിങ്ങൾ ദിവസവും കഴിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ശരീരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് തന്നെ അനുഭവപ്പെടും. നിങ്ങളുടെ ഊർജ്ജം വർദ്ധിക്കും, നിങ്ങളുടെ ചർമ്മത്തിൽ തിളക്കം വരും, ഏറ്റവും പ്രധാനമായി നിങ്ങൾക്കുള്ളിൽ നിന്ന് യൗവനം അനുഭവപ്പെടും. ആദ്യത്തെ കാര്യം കുതിർത്ത ബദാമാണ്. ഇത് എല്ലാവർക്കും അറിയാവുന്നതല്ലേ എന്ന് ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം. ഇതിലെന്താ ഇത്ര പുതുമ? പുതുമ എന്തെന്നാൽ നിങ്ങളത് ശരിയായ രീതിയിലാണോ കഴിക്കുന്നത് എന്നതാണ്. പലരും ബദാം അതുപോലെയോ അല്ലെങ്കിൽ ചെറുതായി കുതിർത്തോ കഴിക്കാറുണ്ട്. എന്നാൽ ബദാം രാത്രി മുഴുവൻ വെള്ളത്തിൽ കുതിർത്ത് രാവിലെ തൊലി കളഞ്ഞു കഴിക്കുമ്പോഴാണ് അതിന്റെ യഥാർത്ഥ ഗുണം ലഭിക്കുന്നത്. എന്താണ് ഇതിന് കാരണം? പോഷകങ്ങൾ ശരീരം വലിച്ചെടുക്കുന്നതിനെ തടയുന്ന ഒരു ഘടകം ബദാമിന്റെ തൊലിയിലുണ്ട്. നിങ്ങളത് കുതിർത്ത് തൊലി കളയുമ്പോൾ അതേ ബദാം നിങ്ങളുടെ ശരീരത്തിന് ഒരു സൂപ്പർ ഫുഡായി മാറുന്നു. ഇത് നിങ്ങളുടെ തലച്ചോറിന് ഉന്മേഷം നൽകുന്നു, നിങ്ങളുടെ ചർമ്മത്തിനുള്ളിൽ നിന്ന് പോഷണം നൽകുന്നു, കൂടാതെ പ്രായമാകുന്നതിന്റെ ഏറ്റവും വലിയ കാരണമായ ഫ്രീ റാഡിക്കലുകളെ ശരീരത്തിൽ കുറയ്ക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ദിവസവും രാവിലെ 5 മുതൽ 7 വരെ കുതിർത്ത ബദാം കഴിക്കുകയാണെങ്കിൽ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ നിങ്ങൾക്ക് മാറ്റം അനുഭവപ്പെടും. നിങ്ങളുടെ ക്ഷീണം കുറയും, നിങ്ങളുടെ ഓർമ്മശക്തി മെച്ചപ്പെടുകയും മുഖത്ത് പുതിയൊരു തിളക്കം കാണുകയും ചെയ്യും. എന്നാൽ കരുത്ത് നൽകിയതുകൊണ്ട് മാത്രം കാര്യമില്ല. നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്ര നല്ല ഭക്ഷണം കഴിച്ചാലും അതിന്റെ പൂർണ്ണ ഗുണം നിങ്ങൾക്ക് ലഭിക്കില്ല. ആരോഗ്യകരമായ ഭക്ഷണം കഴിച്ചിട്ടും പലർക്കും അതിന്റെ ഫലം കാണാൻ കഴിയാത്തതിന്റെ കാരണം ഇതാണ്. കാരണം ശരീരത്തിനുള്ളിൽ വൃത്തിയാക്കൽ നടക്കുന്നില്ല. അവിടേക്കാണ് രണ്ടാമത്തെ കാര്യം കടന്നുവരുന്നത്. നിങ്ങളുടെ ശരീരത്തെ ഉള്ളിൽ നിന്ന് വൃത്തിയാക്കുന്ന കാര്യങ്ങളാണിവ. രക്തം ശുദ്ധീകരിക്കുകയും നിങ്ങളുടെ ചർമ്മത്തെ വീണ്ടും തിളക്കമുള്ളതാക്കുകയും ചെയ്യുന്നു. എന്നാൽ ആളുകൾ പലപ്പോഴും ഇതിനെ അവഗണിക്കുന്നു. കാരണം ഇത് വളരെ സാധാരണമായ ഒന്നാണ്. എത്രത്തോളം സാധാരണമാണെന്ന് വെച്ചാൽ ആളുകൾക്കതിന്റെ ശക്തി മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇനി ചോദ്യമിതാണ്, എന്താണ് ആ സാധനം? അത് നിങ്ങളുടെ പ്രായത്തെ നേരിട്ട് ബാധിക്കുന്ന തരത്തിൽ എങ്ങനെ കഴിക്കണം? രണ്ടാമത്തെ കാര്യം പറയുന്നതിനു മുമ്പ് ഒരു ചെറിയ യഥാർത്ഥ സംഭവം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം. ഒരിക്കൽ ഞാൻ എന്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ പോയി. അവൻ എന്നോട് പറഞ്ഞു, എടാ, ഞാൻ വളരെ ആരോഗ്യകരമായ ഒരു ജീവിതമാണ് നയിക്കുന്നത്. ഞാൻ ചോദിച്ചു, കൊള്ളാം, നീ എന്താണ് ചെയ്യുന്നത്? അവൻ വളരെ അഭിമാനത്തോടെ പറഞ്ഞു, ഞാൻ ദിവസവും ബദാം കഴിക്കുന്നു. ഞാൻ പറഞ്ഞു, വളരെ നല്ലത്, നീ അതെങ്ങനെയാണ് കഴിക്കുന്നത്? അവൻ പറഞ്ഞു, അങ്ങനെയങ്ങ് ഒരു പിടിയെടുത്ത് കഴിക്കും. ഞാൻ ചോദിച്ചു, കുതിർത്താണോ കഴിക്കുന്നത്? അവൻ പറഞ്ഞു, അല്ലടാ, അതിനൊക്കെ ആർക്കാ സമയം? പിന്നെ അതേ സുഹൃത്ത് 10 മിനിറ്റ് കഴിഞ്ഞു പറഞ്ഞു, പക്ഷേ എടാ, പ്രത്യേകിച്ച് ഗുണമൊന്നും കാണുന്നില്ല. ഇനി നിങ്ങൾ തന്നെ ചിന്തിക്കുക, ശരിയായ രീതിയിൽ ഉപയോഗിക്കാത്ത ഒരു കാര്യത്തിന്റെ പൂർണ്ണഫലം എങ്ങനെ ലഭിക്കും? ഇത് നിങ്ങളുടെ പക്കൽ വില കൂടിയ ഒരു കാർ ഉള്ളതുപോലെയാണ്. എന്നാൽ അതിൽ ശരിയായ ഇന്ധനം ഒഴിക്കാതെ വണ്ടി ഓടുന്നില്ല എന്ന് പറയുന്നതിന് തുല്യമാണ്. നമ്മളെല്ലാവരും ഇതേ തെറ്റാണ് ചെയ്യുന്നത്. നമ്മൾ സാധനങ്ങൾ കഴിക്കുന്നുണ്ട്, എന്നാൽ ശരിയായ രീതിയിൽ കഴിക്കുന്നില്ല, എന്നിട്ട് പറയുന്നു ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല എന്ന്. യഥാർത്ഥത്തിൽ മാറ്റമുണ്ടാകാം, പക്ഷെ നമ്മൾ സ്വീകരിക്കുന്ന രീതികൾ തെറ്റാണ്. ഈ ചെറിയ തെറ്റുകളാണ് പതുക്കെ പതുക്കെ നമ്മുടെ പ്രായം വേഗത്തിൽ വർദ്ധിപ്പിക്കുന്നത്. ഇനിയൊന്ന് ചിന്തിച്ചു നോക്കൂ, ചെറിയൊരു ശീലം മാറ്റുന്നതുകൊണ്ട് മാത്രം നിങ്ങളുടെ ശരീരത്തിന് ഇത്രയും നല്ല പ്രതികരണം നൽകാൻ കഴിയുമെങ്കിൽ, അപ്പോൾ നിങ്ങൾ ശരിയായ കാര്യങ്ങൾ ശരിയായ രീതിയിൽ കഴിക്കാൻ തുടങ്ങിയാൽ എന്തു സംഭവിക്കും? ഇവിടെ നിന്നാണ് യഥാർത്ഥ മാറ്റം ആരംഭിക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാം. ഈ കാര്യം വളരെ സാധാരണമാണ്. ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ പോലും ഇതുണ്ടായിരിക്കാം, എന്നാൽ നിങ്ങൾ ഒരിക്കലും ഇതിനെ ആ രീതിയിൽ കണ്ടിട്ടുണ്ടാകില്ല. ഇത് നിങ്ങളുടെ ശരീരത്തെ വൃത്തിയാക്കുന്നു, രക്തം ശുദ്ധീകരിക്കുകയും ചർമ്മത്തിനുള്ളിൽ നിന്ന് തിളക്കം നൽകുകയും ചെയ്യുന്നു. അതാണ് നെല്ലിക്ക. അതെ, സാധാരണയായി തോന്നുന്ന നെല്ലിക്ക. എന്നാൽ ഇതിന്റെ ശക്തി നിങ്ങൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണ്. നിങ്ങൾ ദിവസവും രാവിലെ വെറും വയറ്റിൽ ഒരു നെല്ലിക്കയോ അതിന്റെ ജ്യൂസോ കഴിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാൻ തുടങ്ങും. നിങ്ങളുടെ പ്രതിരോധശേഷി വർദ്ധിക്കുന്നു, മുടിയുടെ ആരോഗ്യം മെച്ചപ്പെടുന്നു, ചർമ്മത്തിൽ സ്വാഭാവിക തിളക്കം വരാൻ തുടങ്ങുന്നു. ചർമ്മത്തെ യൗവനയുക്തമാക്കി നിലനിർത്താൻ നേരിട്ട് പ്രവർത്തിക്കുന്ന വിറ്റാമിൻ സിയുടെ വലിയൊരു ഉറവിടമാണ് നെല്ലിക്ക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് നിങ്ങളുടെ ശരീരത്തെ പുറമേ നിന്നു മാത്രമല്ല ഉള്ളിൽ നിന്ന് തന്നെ പരിപാലിക്കുന്നു എന്നതാണ്. എന്നാൽ നെല്ലിക്ക എപ്പോൾ കഴിക്കണം, എത്ര അളവിൽ കഴിക്കണം, ഏത് രീതിയിൽ കഴിക്കുന്നതാണ് ഏറ്റവും ഫലപ്രദം?
ഇത് വളരെ കുറച്ചുപേർക്ക് മാത്രമേ അറിയൂ. നിങ്ങൾ ഈ തെറ്റ് ചെയ്താൽ ഇതിന്റെ പൂർണ്ണ ഗുണം നിങ്ങൾക്ക് ലഭിക്കില്ല. ഇനി യഥാർത്ഥ ചോദ്യം ഇതാണ്: നെല്ലിക്ക കഴിക്കാനുള്ള ശരിയായ രീതി എന്താണ്? നിങ്ങളുടെ പ്രായം കൂടുന്നത് യഥാർത്ഥത്തിൽ മന്ദഗതിയിലാക്കുന്ന ആ മൂന്നാമത്തെ കാര്യം എന്താണ്? ഇനി ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ ബദാമിനെക്കുറിച്ച് കേട്ടു, നെല്ലിക്കയെക്കുറിച്ച് അറിഞ്ഞു. എന്നാൽ ഇവ ശരിയായ രീതിയിൽ കഴിച്ചില്ലെങ്കിൽ ഗുണത്തേക്കാളേറെ ചിലപ്പോൾ ദോഷവും സംഭവിച്ചേക്കാം. ഇതാണ് ആരും നിങ്ങളോട് പറയാത്ത സത്യം. എല്ലാവരും പറയുന്നു അത് കഴിക്കൂ, ഇത് കഴിക്കൂ എന്ന്. എന്നാൽ എങ്ങനെ കഴിക്കണം, എത്ര അളവിൽ കഴിക്കണം, ഏതവസ്ഥയിൽ കഴിക്കണം എന്ന് ആരും മനസ്സിലാക്കി തരുന്നില്ല. ഇവിടെ നിന്നാണ് യഥാർത്ഥ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. ആദ്യത്തെ പ്രശ്നം: പലരും ബദാം കഴിക്കാൻ തുടങ്ങും, എന്നാൽ അളവ് ശ്രദ്ധിക്കാറില്ല. 5-7 ബദാം കഴിക്കുന്നതിനു പകരം 15 മുതൽ 20 വരെ എണ്ണം കഴിക്കുന്നു. കൂടുതൽ കഴിച്ചാൽ കൂടുതൽ ഗുണമുണ്ടാകുമെന്ന് അവർ കരുതുന്നു. എന്നാൽ സംഭവിക്കുന്നത് ഇതിന് വിപരീതമാണ്. ശരീരത്തിന് ഭാരം തോന്നാൻ തുടങ്ങും. ദഹനം മന്ദഗതിയിലാകുകയും ചിലപ്പോൾ ചർമ്മത്തിൽ കുരുക്കൾ വരാൻ തുടങ്ങുകയും ചെയ്യും. കാരണം ശരീരത്തിന് ഓരോ കാര്യങ്ങളെയും ഒരു പരിധിവരെ മാത്രമേ ശരിയായ രീതിയിൽ പ്രോസസ്സ് ചെയ്യാൻ കഴിയൂ. രണ്ടാമത്തെ പ്രശ്നം: ആളുകൾ തെറ്റായ സമയത്താണ് നെല്ലിക്ക കഴിക്കുന്നത്. ചിലർ ഭക്ഷണം കഴിച്ചയുടനെ ഇത് കഴിക്കുന്നു. ചിലർ രാത്രിയിൽ കഴിക്കുന്നു, എന്നിട്ട് എനിക്ക് അസിഡിറ്റി ഉണ്ടാകുന്നു, വയറ്റിലെരിച്ചിൽ അനുഭവപ്പെടുന്നു എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ തെറ്റ് നെല്ലിക്കയുടേതല്ല. തെറ്റ് അത് ഉപയോഗിക്കുന്ന രീതിയിലാണ്. വെറും വയറ്റിൽ ശരിയായ അളവിൽ കഴിക്കുമ്പോഴാണ് നെല്ലിക്ക ഏറ്റവും കൂടുതൽ ഫലം നൽകുന്നത്. മൂന്നാമത്തെയും ഏറ്റവും വലിയതുമായ പ്രശ്നം: ആളുകൾ 2-3 ദിവസം ഇവ കഴിച്ചിട്ട് ഉടനടി റിസൾട്ട് പ്രതീക്ഷിക്കുന്നു. പെട്ടെന്ന് മാറ്റം കാണാത്തപ്പോൾ അവർ അത് ഉപേക്ഷിക്കുന്നു. നിങ്ങൾ നിങ്ങളോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ വഞ്ചന ഇതാണ്. ഇന്ന് കഴിച്ചാൽ നാളെ റിസൾട്ട് കിട്ടാൻ നിങ്ങളുടെ ശരീരം ഒരു യന്ത്രമല്ല. ഇതൊരു പ്രക്രിയയാണ്. പതുക്കെ പതുക്കെ ഉള്ളിൽ നിന്ന് മാറ്റങ്ങൾ വരുന്നു. ക്ഷമയുള്ളവർ മാത്രമാണ് യഥാർത്ഥ റിസൾട്ട് കാണുന്നത്. മറ്റൊരു മറഞ്ഞിരിക്കുന്ന പ്രശ്നമുണ്ട്. പലരും പുറമേ ആരോഗ്യവാന്മാരായി കാണപ്പെടാൻ ശ്രമിക്കുന്നു. എന്നാൽ ഉള്ളിൽ നിന്ന് അവരുടെ ശീലങ്ങൾ മാറ്റുന്നില്ല. രാവിലെ ബദാം കഴിച്ചു, നെല്ലിക്ക കഴിച്ചു. എന്നാൽ ദിവസം മുഴുവൻ ജങ്ക് ഫുഡ്, സമ്മർദ്ദം, ഉറക്കമില്ലായ്മ എന്നിവ തുടരുന്നു. എന്നിട്ടവർ പറയുന്നു ഇതൊന്നും ഫലിക്കുന്നില്ല എന്ന്. സത്യമെന്തെന്നാൽ നിങ്ങൾ ഒരു ഭാഗത്ത് ശരീരത്തെ നന്നാക്കാൻ ശ്രമിക്കുന്നു, മറുവശത്ത് അതിനെ നശിപ്പിക്കുകയും ചെയ്യുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ഒരു ബാലൻസ് ഒരിക്കലും ഉണ്ടാകില്ല. ഇനി സ്വയം ചോദിക്കുക: നിങ്ങളും ഇതേ തെറ്റുകളാണോ ചെയ്യുന്നത്? നിങ്ങളും ഒന്നും മനസ്സിലാക്കാതെ വെറുതെ അനുകരിക്കുകയാണോ? അതെ എന്നാണെങ്കിൽ ഇപ്പോൾ നിർത്തി മനസ്സിലാക്കി ശരിയായ രീതിയിൽ തുടങ്ങാനുള്ള സമയമായി. ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്ന കാര്യം ഈ രണ്ടെണ്ണത്തേക്കാളും കൂടുതൽ പവർഫുള്ളാണ്. ഇത് നിങ്ങളുടെ ശരീരത്തിന് പോഷണം നൽകുക മാത്രമല്ല, ഉള്ളിൽ നിന്ന് അതിനെ പുനരുജ്ജീവിപ്പിക്കാനും തുടങ്ങുന്നു. നിങ്ങളിത് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഉൾപ്പെടുത്തിയാൽ പ്രായമാകുന്നതിന്റെ വേഗത കുറഞ്ഞതുപോലെ നിങ്ങൾക്ക് ശരിക്കും അനുഭവപ്പെടും. ഇനി ചോദ്യം ഇതാണ്: ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, പ്രശ്നം മനസ്സിലാക്കുക എന്നത് പകുതി ജോലി കഴിഞ്ഞതിന് തുല്യമാണ്. എന്നാൽ യഥാർത്ഥ മാറ്റം വരുന്നത് നിങ്ങൾക്ക് ശരിയായ പരിഹാരം അറിയുമ്പോഴാണ്. അതിനാൽ വരൂ, ഇനി ഈ പ്രശ്നങ്ങൾക്കെല്ലാമുള്ള നേരിട്ടുള്ളതും എളുപ്പമുള്ളതുമായ പരിഹാരം ഓരോന്നായി മനസ്സിലാക്കാം. ആദ്യത്തെ പരിഹാരം കുറച്ചാണെങ്കിലും ശരിയായ രീതിയിൽ. ഓർക്കുക, ശരീരത്തിനാവശ്യം ഗുണനിലവാരമാണ്, അളവല്ല. നിങ്ങൾ ബദാം കഴിക്കുകയാണെങ്കിൽ വെറും 5-7 മാത്രം കഴിക്കുക. എന്നാൽ അവ രാത്രി മുഴുവൻ കുതിർത്ത് രാവിലെ തൊലി കളഞ്ഞ് കഴിക്കുക. ഈ ചെറിയ മാറ്റം നിങ്ങളുടെ ശരീരത്തിന് പൂർണ്ണ ഗുണം നൽകും. കൂടുതൽ കഴിക്കുന്നതുകൊണ്ട് ഗുണം വർദ്ധിക്കുന്നില്ല, മറിച്ച് ശരീരത്തിന് ഭാരമാവുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ പരിഹാരം ശരിയായ സമയമാണ് യഥാർത്ഥ ശക്തി. ശരിയായ സമയത്ത് കഴിക്കുമ്പോഴാണ് നെല്ലിക്ക ഫലം നൽകുന്നത്. രാവിലെ വെറും വയറ്റിലോ അല്ലെങ്കിൽ ഇളം ചൂടുവെള്ളത്തിലോ കഴിക്കുക. നിങ്ങൾ ജ്യൂസാണ് കഴിക്കുന്നതെങ്കിൽ അതിൽ പഞ്ചസാര ചേർക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. സാധാരണ പ്രകൃതിദത്തമായ രീതി അതാണ് ഏറ്റവും കൂടുതൽ ഫലം നൽകുക. നിങ്ങൾക്ക് നെല്ലിക്ക നേരിട്ട് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന്റെ പൊടിയോ മുരബയോ കഴിക്കാവുന്നതാണ്, എന്നാൽ പരിമിതമായ അളവിൽ. മൂന്നാമത്തെ പരിഹാരം ക്ഷമയാണ് ഏറ്റവും വലിയ മരുന്ന്. നിങ്ങളിത് മനസ്സിലാക്കണം. ഇതൊരു മാന്ത്രിക വിദ്യയല്ല, ഇതൊരു പ്രക്രിയയാണ്. കുറഞ്ഞത് 21 ദിവസമെങ്കിലും ഇടവേളകളില്ലാതെ നിങ്ങളുടെ ശരീരത്തിന് നൽകുക. തുടർച്ചയായി ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് യഥാർത്ഥ മാറ്റം കാണാൻ കഴിയൂ. മാറ്റം കണ്ടു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് തന്നെ വിശ്വാസം വരും. നാലാമത്തെ പരിഹാരം ഉള്ളിലെയും പുറത്തെയും സന്തുലിതാവസ്ഥ. ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ കഴിക്കുന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. നിങ്ങളുടെ മറ്റ് ശീലങ്ങൾ തെറ്റാണെങ്കിൽ നിങ്ങൾ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആദ്യത്തേത് ഉറക്കം. കുറഞ്ഞത് 6 മുതൽ 7 വരെ മണിക്കൂർ നല്ല ഉറക്കം. രണ്ടാമത്തേത് വെള്ളം. ശരീരം വൃത്തിയായിരിക്കാൻ ദിവസം മുഴുവൻ ആവശ്യത്തിന് വെള്ളം കുടിക്കുക. മൂന്നാമത്തേത് സമ്മർദ്ദം. സ്വയം ശാന്തമായിരിക്കാനും മനസ്സിന് ഭാരം കുറയ്ക്കാനും കുറച്ച് സമയം കണ്ടെത്തുക. കാരണം മനസ്സ് ഭാരപ്പെട്ടിരുന്നാൽ ശരീരത്തിന് ഒരിക്കലും ഉന്മേഷം തോന്നില്ല. ഇപ്പോൾ നിങ്ങൾ ശരിയായ രീതി മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രായത്തെ നേരിട്ട് സ്വാധീനിക്കുന്ന
മൂന്നാമത്തെയും ഏറ്റവും ശക്തവുമായ കാര്യമാണ് നാടൻ നെയ്യ്. അതെ, ഇന്നത്തെ കാലത്ത് ആളുകൾ പേടിക്കുന്ന അതേ നെയ്യ്. എന്നാൽ യഥാർത്ഥത്തിൽ ശരിയായ അളവിൽ കഴിച്ചാൽ ഇത് നിങ്ങളുടെ ശരീരത്തിന് അമൃതാണ്. രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്കുള്ള ഭക്ഷണത്തിൽ 1 സ്പൂൺ നാടൻ നെയ്യ്, ഇത് നിങ്ങളുടെ ചർമ്മത്തിന് ഉള്ളിൽ നിന്ന് പോഷണം നൽകുന്നു. സന്ധികളെ ശക്തിപ്പെടുത്തുകയും ശരീരത്തിൽ ലൂബ്രിക്കേഷൻ നിലനിർത്തുകയും ചെയ്യുന്നു. ഇതിലൂടെ പ്രായമാകുന്ന പ്രക്രിയ മന്ദഗതിയിലാകുന്നു. ഇനി ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഈ 3 കാര്യങ്ങൾ വന്നാൽ, കുതിർത്ത ബദാം, നെല്ലിക്ക, പിന്നെ കുറച്ച് നാടൻ നെയ്യ് എന്നിവ ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ കഴിച്ചാൽ നിങ്ങളുടെ ശരീരത്തിന് മാറ്റം വരില്ലേ? തീർച്ചയായും മാറും. മാത്രമല്ല, ഈ മാറ്റം പുറമേ നിന്നല്ല, ഉള്ളിൽ നിന്നാണ് ആരംഭിക്കുക. ഇത് ഫലിക്കുമോ ഇല്ലയോ എന്നതല്ല ഇപ്പോൾ ചോദ്യം. ചോദ്യം ഇതാണ്: ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, പ്രശ്നം മനസ്സിലാക്കുക എന്നത് പകുതി ജോലി കഴിഞ്ഞതിന് തുല്യമാണ്. എന്നാൽ യഥാർത്ഥ മാറ്റം വരുന്നത് നിങ്ങൾക്ക് ശരിയായ പരിഹാരം അറിയുമ്പോഴാണ്. അതിനാൽ വരൂ, ഇനി ഈ പ്രശ്നങ്ങൾക്കെല്ലാമുള്ള നേരിട്ടുള്ളതും എളുപ്പമുള്ളതുമായ പരിഹാരം ഓരോന്നായി മനസ്സിലാക്കാം. ആദ്യത്തെ പരിഹാരം കുറച്ചാണെങ്കിലും ശരിയായ രീതിയിൽ ഓർക്കുക. ശരീരത്തിന് ആവശ്യം ഗുണനിലവാരമാണ്, അളവല്ല. നിങ്ങൾ ബദാം കഴിക്കുകയാണെങ്കിൽ വെറും 5ഓ 7ഓ മാത്രം കഴിക്കുക. എന്നാൽ അവ രാത്രി മുഴുവൻ കുതിർത്ത് രാവിലെ തൊലി കളഞ്ഞു കഴിക്കുക. ഈ ചെറിയ മാറ്റം നിങ്ങളുടെ ശരീരത്തിന് പൂർണ്ണ ഗുണം നൽകും. കൂടുതൽ കഴിക്കുന്നതുകൊണ്ട് ഗുണം വർദ്ധിക്കുന്നില്ല, മറിച്ച് ശരീരത്തിന് ഭാരമാവുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ പരിഹാരം ശരിയായ സമയമാണ് യഥാർത്ഥ ശക്തി. ശരിയായ സമയത്ത് കഴിക്കുമ്പോഴാണ് നെല്ലിക്ക ഫലം നൽകുന്നത്. രാവിലെ വെറും വയറ്റിലോ അല്ലെങ്കിൽ ഇളം ചൂടുവെള്ളത്തിലോ കഴിക്കുക. നിങ്ങൾ ജ്യൂസാണ് കഴിക്കുന്നതെങ്കിൽ അതിൽ പഞ്ചസാര ചേർക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. സാധാരണ പ്രകൃതിദത്തമായ രീതി, അതാണ് ഏറ്റവും കൂടുതൽ ഫലം നൽകുക. നിങ്ങൾക്ക് നെല്ലിക്ക നേരിട്ട് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന്റെ പൊടിയോ മുരബയോ കഴിക്കാവുന്നതാണ്, എന്നാൽ പരിമിതമായ അളവിൽ. മൂന്നാമത്തെ പരിഹാരം ക്ഷമയാണ് ഏറ്റവും വലിയ മരുന്ന്. ഇതൊരു മാന്ത്രിക വിദ്യയല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊരു പ്രക്രിയയാണ്. കുറഞ്ഞത് 21 ദിവസമെങ്കിലും നിങ്ങളുടെ ശരീരത്തിന് നൽകുക. ഇടവേളകളില്ലാതെ തുടർച്ചയായി ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് യഥാർത്ഥ മാറ്റം കാണാൻ കഴിയൂ. മാറ്റം കണ്ടു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് തന്നെ വിശ്വാസം വരും. നാലാമത്തെ പരിഹാരം ഉള്ളിലെയും പുറത്തെയും സന്തുലിതാവസ്ഥ. ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ കഴിക്കുന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. നിങ്ങളുടെ മറ്റ് ശീലങ്ങൾ തെറ്റാണെങ്കിൽ നിങ്ങൾ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആദ്യത്തേത് ഉറക്കം, കുറഞ്ഞത് 6 മുതൽ 7 വരെ മണിക്കൂർ നല്ല ഉറക്കം. രണ്ടാമത്തേത് വെള്ളം, ശരീരം വൃത്തിയായിരിക്കാൻ ദിവസം മുഴുവൻ ആവശ്യത്തിന് വെള്ളം കുടിക്കുക. മൂന്നാമത്തേത് സമ്മർദ്ദം, സ്വയം ശാന്തമായിരിക്കാനും മനസ്സിന് ഭാരം കുറയ്ക്കാനും കുറച്ച് സമയം കണ്ടെത്തുക. കാരണം മനസ്സ് ഭാരപ്പെട്ടിരുന്നാൽ ശരീരത്തിന് ഒരിക്കലും ഉന്മേഷം തോന്നില്ല. ഇപ്പോൾ നിങ്ങൾ ശരിയായ രീതി മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രായത്തെ നേരിട്ട് സ്വാധീനിക്കുന്ന മൂന്നാമത്തെയും ഏറ്റവും ശക്തവുമായ കാര്യമാണ് നാടൻ നെയ്യ്. അതെ, ഇന്നത്തെ കാലത്ത് ആളുകൾ പേടിക്കുന്ന അതേ നെയ്യ്. എന്നാൽ യഥാർത്ഥത്തിൽ ശരിയായ അളവിൽ കഴിച്ചാൽ ഇത് നിങ്ങളുടെ ശരീരത്തിന് അമൃതാണ്. 1 സ്പൂൺ നാടൻ നെയ്യ് രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്കുള്ള ഭക്ഷണത്തിൽ, ഇത് നിങ്ങളുടെ ചർമ്മത്തിന് ഉള്ളിൽ നിന്ന് പോഷണം നൽകുന്നു. സന്ധികളെ ശക്തിപ്പെടുത്തുകയും ശരീരത്തിൽ ലൂബ്രിക്കേഷൻ നിലനിർത്തുകയും ചെയ്യുന്നു. ഇതിലൂടെ പ്രായമാകുന്ന പ്രക്രിയ മന്ദഗതിയിലാകുന്നു. ഇനി ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഈ 3 കാര്യങ്ങൾ വന്നാൽ, കുതിർത്ത ബദാം, നെല്ലിക്ക, പിന്നെ കുറച്ച് നാടൻ നെയ്യ് എന്നിവ ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ കഴിച്ചാൽ നിങ്ങളുടെ ശരീരത്തിന് മാറ്റം വരില്ലേ? തീർച്ചയായും മാറും. മാത്രമല്ല, ഈ മാറ്റം പുറമേ നിന്നല്ല, ഉള്ളിൽ നിന്നാണ് ആരംഭിക്കുക. ഇത് ഫലിക്കുമോ ഇല്ലയോ എന്നതല്ല ഇപ്പോൾ ചോദ്യം. ചോദ്യമിതാണ്: പിന്നെ അവസാനമായി ഒരു കാര്യം കൂടി മനസ്സിൽ വയ്ക്കുക. പ്രായം കൂടുന്നത് നിങ്ങളുടെ കൈകളിലല്ല. എന്നാൽ എങ്ങനെ പ്രായമാകണം എന്നത് പൂർണ്ണമായും നിങ്ങളുടെ തീരുമാനമാണ്. ഓരോ വർഷവും കൂടുതൽ ക്ഷീണിതനായി തോന്നണോ, അതോ ഓരോ ദിവസവും നിങ്ങളെത്തന്നെ കൂടുതൽ മികച്ചതാക്കണോ എന്നത് നിങ്ങൾക്ക് തീരുമാനിക്കാം. തീരുമാനം എപ്പോഴും ചെറുതാണ്, എന്നാൽ അതിന്റെ ഫലം വളരെ വലുതാണ്. ഇന്ന് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ബുദ്ധിമുട്ടുള്ള നിയമങ്ങളല്ല, വെറും 3 സാധാരണ കാര്യങ്ങൾ കുറച്ച് മനസ്സിലാക്കലോടെ ശരിയായ രീതിയിൽ ചെയ്താൽ ഈ സാധാരണ കാര്യങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ അസാധാരണമാക്കാൻ കഴിയും. ഓർക്കുക, യൗവനം എന്നത് വെറുമൊരു പ്രായമല്ല, അതൊരു തോന്നലാണ്. നിങ്ങളുടെ ശരീരം ഉള്ളിൽ നിന്ന് ആരോഗ്യവാനായിരിക്കുമ്പോൾ ആ ഊർജ്ജം തനിയെ പുറമെ പ്രതിഫലിക്കാൻ തുടങ്ങും. അതിനാൽ ഇന്നു മുതൽ നിങ്ങളുടെ ശരീരത്തിന് അർഹമായത് നൽകുക. കുറച്ച് പോഷണം, കുറച്ച് ശ്രദ്ധ, കുറച്ച് സ്നേഹം. ബാക്കി നിങ്ങളുടെ ശരീരം തന്നെ നിങ്ങളെ അത്ഭുതപ്പെടുത്തും. അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ കഴിയുന്ന മറ്റൊരു സത്യവുമായി.